കർത്താവിന് സ്തോത്രം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് 2025 കർത്താവ് നമ്മളെ അതിശയമായി വഴി നടത്തി. നമ്മുടെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തിയ ആ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ 2026 ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ദൈവം നമ്മളെ അതിശയമായി നടത്തും എന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ട്. കർത്താവ് നമ്മളുടെ കൂടെ കർത്താവ് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അനശ്വരമായി നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രേരണ എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന് 1 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു ആശ്വാസത്തിൻ്റെയും ഒരു വാഗ്ദത്തത്തിൻ്റെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നാം കേട്ടത്. ദൈവമക്കൾക്ക് ഇത് വലിയ പ്രത്യാശയും സന്തോഷം തരുന്ന തിരുവചന വേദഭാഗമാണ്. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷയുടെ അവസാന വേളയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഒന്നിച്ചുകൂടിയിരുന്ന ആ ശിഷ്യന്മാരുടെ പല പ്രാവശ്യം ആവർത്തിക്കുണ്ടായി, ഞാൻ പോകുന്നു എന്ന്, എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു, ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുള്ള ഒരു വാക്തത്വം, ഒരു വാക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് കേട്ട ശിഷ്യന്മാർക്ക് സ്വതം വലിയ ഭാരമുണ്ടായി, ഹൃദയം അവരുടെ കലങ്ങുവാനിടയായി. കാരണം 3.5 വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ, അരുമനാഥനായ ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവനെ അനുഗമിച്ച് അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ശേഷം ഓരോ കൊട്ട 12 പേർക്കും അവർക്ക് കരങ്ങളിൽ കൊടുത്ത കർത്താവിനെയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും വിട്ടുമാറുവാൻ കർത്താവ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സ് കലങ്ങുവാനിടയായി. തൻ്റെ വാക്കുകൾ അവർക്ക് വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു. എന്നാൽ കർത്താവിനോട് അവസാന നിമിഷം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ ഈ വേദഭാഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം എന്ന വേദഭാഗം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. എത്ര മഹത്വമായൊരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നത്. അനേക വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ദൈവമക്കൾക്ക് ഏറിയ പ്രത്യാശയും സന്തോഷവും സമാധാനവും ആശ്വാസവും തരുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തൊരു വചനമത്രേ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമുക്ക് സ്തോത്രം പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തലും നിന്ദയും പരിഹാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. സ്തോത്രം. പലപ്പോഴും നമുക്കൊരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു സീറ്റ് നമുക്ക് ലഭിക്കാത്ത സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ സ്തോത്രം വലിയ അരുമനാഥനായ കർത്താവ് നമ്മുടെ ഒരു വാഗ്ദത്തം പറയാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങളെയും ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുമെന്ന്. എത്ര മനോഹരമായ, എത്ര അനുഗ്രഹമേറിയ, എത്ര സന്തോഷമായ, ആശ്വാസമായ തിരുവചനമാണ് കർത്താവ് നമുക്ക് തന്നത്. നമുക്ക് ഈ ലോകത്തിൽ ഭവനമില്ലെന്ന് വന്നേക്കാം, ആശ്വാസം തരുന്ന സഹോദരന്മാരില്ലെന്ന് വന്നേക്കാം, ബന്ധുമിത്രാദി വന്നേക്കാം. എന്നാൽ നമുക്കൊരു ഭവനം ഒരുക്കുവാൻ പോവുകയാണ്. സ്തോത്രം.
അബ്രഹാം ഇറങ്ങിത്തിരിച്ചിട്ട് അബ്രഹാം പറയാണ് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ സ്വർഗത്തിൽ അടിസ്ഥാനമിട്ടൊരു നഗരമുണ്ട്, അത് കൈപ്പണിയല്ല. സ്തോത്രം. ഇവിടെ കൈപ്പണിയായ വീടുകളും ഭവനങ്ങളുമാണ് നമുക്ക് ലോകത്തിലുള്ളത്. എന്നാൽ സ്വർഗത്തിൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യവാസ സ്ഥലമുണ്ട്. അതൊരുക്കുവാനാണ് കർത്താവ് പോയി ഒരുക്കിയാൽ നാം കർത്താവ് എവിടെ ഇരിക്കുന്നോ അവിടെ നമ്മളെ ഇരുത്തുമെന്നാണ്. എത്ര മനോഹരമായ വാഗ്ദത്തമാണ്, ആശ്വാസമായ വാഗ്ദത്തമാണ്, ഉറപ്പുള്ള വാഗ്ദത്തമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങളെ ഇരുത്തും. എവിടെ? എൻ്റെ അരികിൽ ഇരുത്തും, എന്നോട് കൂടെ ഇരുത്തും. അത് വലിയൊരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം ചെയ്യും. കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 34-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതവും ചെയ്യുകയും ചെയ്യുന്നു. അപ്പം കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരുന്നു കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഇപ്പോഴും. എന്തിനു വേണ്ടി ഇരിക്കുന്നു? കർത്താവ് എന്ന് വരുമോ അന്ന് നമ്മളെ ചേർക്കും, അന്ന് നമുക്ക് വാഗ്ദത്തം നൽകുക, അന്ന് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിൽ എന്നിൽ വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സ് പതറിപ്പോകരുത്, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്, ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിക്കണം. അനേക വാസനകളുണ്ട്. അത് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും എന്നുള്ള അനുഗ്രഹമേറിയ വാഗ്ദത്തം. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു സീറ്റില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇന്ന് സീറ്റിന് വേണ്ടി, ഒരു ഇരിപ്പിടത്തിന് വേണ്ടി സ്തോത്രം നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ സ്തോത്രം മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിലും അത് അവിടെ സീറ്റ് കിട്ടണമെങ്കിൽ നിയമസഭയിലും പാർലമെൻറ്റിലും ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റേതായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചെങ്കിൽ മാത്രമേ അവിടെ സീറ്റുള്ള എങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിലും ചില നിയമങ്ങളുണ്ട് ദൈവമക്കളെ. അവരുടെ കൂടെ ഇരിക്കണമെങ്കിൽ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ അനുസരിക്കണം, അവരുടെ വചനം നമ്മൾ അനുസരിക്കണം. സ്തോത്രം. അവന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ കൂടെ നമ്മളെ ഇരിക്കും. ആ വലിയ സന്തോഷം നമുക്കുണ്ട്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കർത്താവിൻ്റെ കൂടെ ഞാൻ ഇരിക്കും, ഞാൻ കർത്താവിനോടുകൂടെ വസിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. പഴയ നിയമഭാഗം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യശോപ്രവചനത്തിൽ വായിക്കുന്നു, ദൂതന്മാർ ദൈവത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുകയാണ്. ദൂതന്മാർക്ക് പോലും ഒരു ഇരിപ്പിടം ദൈവം കൊടുത്തില്ല. അവർ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പറന്നു നിന്നു, 2 ചിറക് കൊണ്ട് പാദങ്ങൾ മൂടി ദൈവത്തിൽ പറന്ന് നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നോക്കണം, ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ദൂതന്മാർക്ക് പോലും ദൈവത്തിൽ ഇരിക്കാൻ ഇരിപ്പിടം ദൈവം കൊടുത്തില്ല. നോക്കണം, പഴയ നിയമ പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ വേളയിൽ ഒരു ഇരിപ്പിടം ദൈവം കൊടുത്തില്ല. സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിനൊരു സ്ഥാനമുണ്ട്, കവര വിളക്കിനൊരു സ്ഥാനമുണ്ട്. സ്തോത്രം. കാഴ്ചയപ്പത്തിൻ്റെ മേശ ഇരിക്കുന്ന ഒരു സ്ഥാനം, ഒരു ഇരിപ്പിടം അതിനുണ്ട്. എന്നാൽ ആണ്ടുതോറും ദിവസം തോറും ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കാകട്ടെ ഒരു ഇരിപ്പിടം ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. 7-ാം മാസം 10-ാം തീയതി സ്തോത്രം മഹാപുരോഹിതൻ ആണ്ടുതോറും ഒരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ പോലും മണിക്കൂറുകളോളം ശുശ്രൂഷിച്ച് മടങ്ങി വരുന്നത് വരെയും നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ കൃപയാൽ നമുക്ക് കർത്താവിനോട് കൂടെ ഇരിപ്പിടം ഉണ്ടെന്ന് ദൈവം കർത്താവ് നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വാഗ്ദത്തമാണ് ദൂതന്മാർക്ക് കിട്ടാത്ത ഭാഗ്യം, പഴയ നിയമ പുരോഹിതന്മാർക്ക് കിട്ടാത്ത പദവി. സ്തോത്രം. ഈ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് സ്തോത്രം വലിയൊരു സ്വർഗീയമായ പദവിയാണ് കർത്താവിനോട് കൂടെ ഇരിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒരിക്കൽ ചോദിച്ചു, കർത്താവെ, നിന്നെ അനുഗമിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ 12 പേരും സ്വർഗത്തിലിരുന്ന് ന്യായം വിധിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു. പ്രൈസ്. ഇരുന്നുകൊണ്ട് ന്യായം വിധിക്കും. മാത്രമല്ല, ക്രൂശിലെ കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളൻ സ്തോത്രം കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയാം, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. സ്തോത്രം. മാനസാന്തരപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, നമ്മളിപ്പോൾ കർത്താവിനോട് കൂടി ഇരിപ്പാൻ അർഹതപ്പെട്ട യോഗ്യത നമ്മൾ നേടിക്കഴിഞ്ഞു, നമുക്കുണ്ട്. പക്ഷെങ്കിൽ അത് തക്ക സമയത്ത് നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനുണ്ട്.
പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഭക്തന്മാർക്ക് കിട്ടാത്ത പദവി, ദൂതന്മാർക്ക് കിട്ടാത്ത പദവി വലിയവനായ ദൈവം നമുക്ക് തന്നു. എന്നെങ്ങനെ തന്നു? പഴയ നിയമ യാഗങ്ങളെല്ലാം സ്തോത്രം പൂർണ്ണമായിരുന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചിട്ട് കാലസമ്പൂർണതയിൽ അവൻ്റെ യാഗം കാൽവറി ക്രൂസിൽ നടന്നു. അത് സമ്പൂർണ്ണ യാഗമായിരുന്നത് കൊണ്ട്, ഒരു സമ്പൂർണ്ണ യാഗമായിരുന്നത് ദൈവം അതിൽ പ്രസാദിച്ചു. ആ യാഗത്തിൽ കർത്താവിന് പിതാവായ ദൈവം ഒരു ഇരിപ്പിടം സ്വർഗത്തിൽ കൊടുക്കുകയാണ്. നോക്കണം, മഹാബുദ്ധന്മാർക്ക് കിട്ടിയില്ല. സ്തോത്രം. ഇവിടുത്തെ ദൂതന്മാർക്ക് കിട്ടാത്ത പദവി ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന ക്രിസ്തുവിന് കിട്ടി, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുവാൻ. അപ്പോൾ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കും കർത്താവായ യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പ് ഒരു ഉറപ്പ് തന്നിരിക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹമേറിയ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ കർത്താവിനോട് ഇരിക്കുമെന്ന്, ഞാൻ കർത്താവിനോട് വസിക്കുമെന്ന്. സ്തോത്രം ചെയ്യുന്നു. എത്ര ഭാഗ്യവന്മായ അവസ്ഥയാണ് ദൈവമക്കളെ. നോക്കണം, ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപായി ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. കണ്ടോ ആ വാക്യം? സ്തോത്രം. കർത്താവിൻ്റെ കാഹളനാദം കേട്ട് ഉയർക്കുന്നവർ, സ്തോത്രം, അല്ല ജീവനോടെ ശേഷിക്കുന്ന ഉയർക്കുന്നവർക്ക് കർത്താവിനോട് കൂടെ അങ്ങനെ ഇരിക്കുമെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. എത്ര മഹൽ ഭാഗ്യമാണ്. നാം ഒരുങ്ങിയിട്ടുണ്ടോ ദൈവമക്കളെ? കർത്താവിനോട് കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നാം ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനോട് കൂടെ ഇരിക്കുവാനായിട്ട്? ഇരിക്കണമെങ്കിൽ സ്തോത്രം ചില കാര്യങ്ങൾ നമ്മളുടെ ഈ ലോകത്ത് ചെയ്യണം. സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൽമഷവും നീക്കി സ്തോത്രം വേർപാടിലും ദൈവഭയത്തിലും വിശുദ്ധിയിലും എന്ത് ചെയ്യണം? നിങ്ങൾ വിശുദ്ധിയെ തികച്ചു കൊള്ളണമെന്ന്. സകല കൽമഷവും, ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൽമഷവും നീക്കി സ്തോത്രം എന്ത് ചെയ്യണം? വിശുദ്ധിയിലും വേർപാടിലും സ്തോത്രം ദൈവഭയത്തിലും വിശുദ്ധിയെ തികച്ചുകൊള്ളുകയും. അപ്പോൾ വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ആ കൂടെ നമ്മൾ പോകണം, നമുക്കും പോകണം. പോയാൽ കർത്താവിൻ്റെ കൂടെ നമുക്കിരിക്കാം. കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഞാൻ ഇരിക്കുന്ന എവിടെയാണോ അവിടെ നിങ്ങളെ ഇരുത്തും. കർത്താവ് എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവിടെ നമുക്ക് ഒരു ഇരിപ്പിടം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ്. എത്ര ഭാഗ്യമാണ്, എത്ര സന്തോഷമാണ്, എത്ര അനുഗ്രഹമേറിയ വാഗ്ദത്തമാണ് ദൈവമക്കളെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്തോത്രം. ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരെ സ്തോത്രം, ആരെങ്കിലും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ യോഗ്യനല്ലെങ്കിൽ ആ യോഗ്യത ഉള്ളവരായി ഈ ദിവസങ്ങളിലായി തന്നെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാഹളനാദം കേൾക്കും എടുക്കപ്പെടുവാൻ ഒരുങ്ങണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കർത്താവ് നമ്മളെ അധികമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.